നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെങ്കിൽ ഇന്നലെ ആസ്റ്റൺ വില്ലയോട് വില്ല പാർക്കിൽ ചെന്ന് തോറ്റിട്ടുണ്ട്. മോർഗൻ റോജേഴ്സ് നേടിയ 2 വേൾഡ് ക്ലാസ് ഗോളുകളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ തോൽവിക്ക് കാരണമായത്. സോ കുഞ്ഞേലൂടെ ഒരെണ്ണം തിരിച്ചടിച്ച് ഈക്വലൈസ് 1-1 ആക്കിയാണെങ്കിലും രണ്ടാമത്തെ ഗോൾ നേടാൻ യുണൈറ്റഡിന് സാധിച്ചിരുന്നില്ല. സോ ഇന്നലത്തെ മാച്ചിലോട് വരുമ്പോഴേക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇറക്കിയ ലൈനപ്പ് നിങ്ങൾക്ക് ഇപ്പം കാണാം. ധാരാളം ഇഞ്ചുറി ഇഷ്യൂസുമായിട്ടാണ് വന്നത്. കൂടാതെ അമാദിയാല, ബ്രയാൻ എംബൂമോ, മസറായ് പോലത്തെ താരങ്ങൾ ആഫ്കോണിന് പോയതും തലവേദനയായ. സോ ലെനിയോറോ ഹീവനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സിനാരി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈവൻ ബെഞ്ചിൽ നിന്നാണെങ്കിലും നമ്മൾ ഇന്നലെ കാരിങ്ടണിൽ നിന്ന് കുറേ പിള്ളേരെ ഇറക്കുന്നുണ്ട്. ഫ്ലെച്ചറൊക്കെ പോലത്തെ യങ്സ്റ്റേഴ്സിനെ കാരിങ്ടൺ പ്രോഡക്ട്സിനെയൊക്കെ കൊണ്ടുവരുന്ന നമ്മൾ കണ്ടു. സോ ഇന്നലെ വളരെ ലിമിറ്റഡ് ആയിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വെൻ ഇറ്റ് കംസ് ടു ലൈനപ്പ്. സോ ഇന്നലെ ആസ്റ്റൺ വില്ലയുടെ ലൈനപ്പ് നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാം, അവർക്കും വിങ്ങേഴ്സ് ഇല്ലായിരുന്നു. അവർക്കും ഇഞ്ചുറി ഇഷ്യൂസ് കാരണം ആസ്റ്റൺ വില്ലയ്ക്കും ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ട്. സാൻജോ സസ്പെൻഡഡും ആയിരുന്നു. ആൻഡ് ഇന്നലെ മഗ്ഗിനും റോജേഴ്സും വോക്കിൻസും അടങ്ങുന്ന ഫ്രണ്ട് 3, ടിലമെൻസും ഒനാനയും അതുപോലെ തന്നെ കമാറ അടങ്ങുന്ന മിഡ്ഫീൽഡ് 3. സോ ഇന്നലത്തെ മാച്ചിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കൂടുതൽ തലവേദനയായത് ബ്രൂണോ ഫെർണാണ്ടസ് ഹാഫ് ടൈം ഹാംസ്ട്രിങ് ഇഞ്ചുറി ആയിട്ട് പോയതായിരിക്കും. അത് നല്ല തലവേദന ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. കാരണം നമുക്കറിയാം, ലാസ്റ്റ് 3 ഇയേഴ്സ് നോക്കുവാണെങ്കിൽ ഔട്ട്ഫീൽഡ് പ്ലേയേഴ്സിൽ ഏറ്റവും കൂടുതൽ മിനിറ്റ്സ് കളിച്ച പ്ലെയർ യൂറോപ്പിൽ ആരാണെന്ന് ചോദിച്ചാൽ ബ്രൂണോ ഫെർണാണ്ടസ്. സോ അങ്ങനത്തെ ഒരു പ്രൊഫൈൽ പോകുന്നത് എന്തായാലും തലവേദനയാണ്. എത്ര മാച്ച് പുറത്തിരിക്കുമെന്ന് അറിയത്തില്ല. സോ ഇറ്റ്സ് എ ഹ്യൂജ് ബ്ലോ, പറയാതിരിക്കണമല്ലോ. സോ യുണൈറ്റഡിൻ്റെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പ്ലെയർ എന്ന് തന്നെ നമുക്ക് ആർഗ്യ ചെയ്യാം ബ്രൂണോ ഫെർണാണ്ടസ്. സോ അവിടുന്ന് നമ്മൾ ഇന്നലത്തെ മാച്ചിലോട്ട് നോക്കുവാണെങ്കിൽ ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ വേഴ്സ് പെർഫോമൻസ് ആയിരുന്നു. അല്ല, യുണൈറ്റഡ് നമ്മൾ കൺസിഡറിങ് ഇഞ്ചറി ഇഷ്യൂസും മറ്റുമൊക്കെ വെച്ച് നോക്കുമ്പോൾ നോട്ട് ദ വേഴ്സ് പെർഫോമൻസ്. ആൻഡ് യുണൈറ്റഡിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഒരു കാര്യം കൂടെ എടുത്തു പറയേണ്ട ആവശ്യമുണ്ട്. ഇന്നലെ അമോറിയം ടാക്ടിക്കലി ഒരു സംഭവം ശ്രമിച്ചു, അത് ടു ആൻ എക്സ്റ്റെൻറ്റ് വർക്ക് ചെയ്തു. പക്ഷേ ഉഗാർട്ടെ എന്ന് പറയുന്ന ഒരു പ്ലെയർ, ആളുടെ ലിമിറ്റേഷൻസ് കൂടുതൽ വിസിബിളായ ഒരു മാച്ച് വരുന്നത്. കസമീറോ സസ്പെൻഷൻ കാരണം ഈ മാച്ചിൽ ഇല്ലാത്തതിനാൽ ഉഗാർട്ടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് ഇന്നലത്തെ 2 ഗോൾ ഉഗാർട്ടെ വിചാരിക്കുകയാണെങ്കിൽ ടു ആൻ എക്സ്റ്റെൻറ്റ് മോർഗൻ റോജേഴ്സിനെ അഗേൻസ്റ്റുള്ള സ്കോർ ചെയ്ത 2 ഗോൾ, അത് രണ്ടും ഉഗാർട്ടയുടെ പോർ പീസ് ഓഫ് ഡിഫെൻഡിങ്, എസ്പെഷ്യലി അവയർനെസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. കൂടാതെ ഇന്നലത്തെ മാച്ചിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പലപ്പോഴും ഒരു ഡീപ് പ്ലേ മിഡ്ഫീൽഡറിനെ എന്തുകൊണ്ട് വേണമെന്നുള്ളത് കൂടുതൽ വിസിബിളായ മാച്ചായിരുന്നു. ഉഗാർട്ടെ പലപ്പോഴും പല ട്രാൻസിഷൻസ് അല്ല പല ബിൽഡപ്പ് ഫേസിലും ഡിഫൻഡേഴ്സ് ഉഗാർട്ടയിലോട്ട് ബോൾ കൊടുത്തിട്ട് പ്രോഗ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഉഗാർട്ടെ ബോൾ കളയി വരുന്നത്, നിസാർ ഒരു പ്രസ് വരുമ്പോഴേക്കും ഉഗാർട്ടയുടെ കാലിൽ നിന്ന് ബോൾ പോകുന്ന സിനാരിയോസാണ് നമ്മൾ കണ്ടത്. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ നെക്സ്റ്റ് ലെവലിലോട്ട് എത്തിക്കാൻ, അല്ലെ എസ്പെഷ്യലി ട്രാൻസിഷൻസിൽ എസ്പെഷ്യലി ഫുൾ ബാക്സും അറ്റാക്കേഴ്സും അവർക്ക് ആ ഫ്രണ്ടിലോട്ട് ബോൾ കിട്ടണം. അവരെപ്പോഴും ഡ്രോപ്പ് ചെയ്ത് ബിൽഡപ്പിൽ ഇൻവോൾവ് ചെയ്യുക ഈസി ആയിട്ടുള്ള കാര്യമുള്ളൂ. സോ അവിടെയാണ് എന്തുകൊണ്ട് ഒരു ബോൾ പ്ലേയിങ് മിഡ്ഫീൽഡറിൻ്റെ ഡിമാൻഡ് എന്തുകൊണ്ട് യുണൈറ്റഡിലുണ്ടെന്ന് കൂടുതൽ വിസിബിൾ ആയിരുന്നു. അതിന് ഇന്നലത്തെ മാച്ചിൽ ആ ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഒരു സിനാരിയോ കാണുകയും ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഉഗാർട്ടയിലോട്ട് ബോൾ ഹീവൻ പാസ് ചെയ്യുന്നു, ബാക്കിൽ നിന്ന് ഉഗാർട്ടെ പ്രോഗ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു നിസ്സാര പ്രസ് വരുമ്പോൾ തന്നെ ബോൾ ലൂസ് ചെയ്യുന്നു. നേരെ ഒനാനയുടെ കാലിലോട്ട് ബോൾ കിട്ടുകയാണ്. വോക്കിൻസ് പ്രസ് ചെയ്ത് വിൻ ചെയ്ത ബോളാണ്. അതിനുശേഷം മഗ്ഗിൻ റണ്ണ് കാണുന്ന മഗ്ഗിനിലോട്ട് റൈറ്റിലോട്ട് ഇട്ട് കൊടുക്കുന്നു. ആൻഡ് മഗ്ഗിൻ്റെ ഒരു ഷോട്ട് നമ്മൾ നോക്കാനായിട്ടാണ് ലാമൻസ് സേവ് ചെയ്യുന്ന ഷോട്ട് നേരെ നമ്മൾ നോക്കുവാണെങ്കിൽ വോക്കിൻസിൻ്റെ കാലിലോട്ടാണ് വരുന്നത്. ആൻഡ് വോക്കിൻസ് അടിച്ചു കയറ്റാൻ പോകുന്നത്. ഹീവൻ്റെ ഒരു സൂപ്പർ ബ്ലോക്ക് വരികയാണ്, അത് കോർണർ കിക്കായി മാറുകയാണ്. സോ ഇവിടെയാണ് നമ്മൾ ഉഗാർട്ടയുടെ ആ ഒരു ലാക്ക് ഓഫ് ബോൾ പ്രോഗ്രസിങ് അബിലിറ്റി ക്ലിയർലി വിസിബിൾ ആയ ഒരു സിനാരി വരുന്നത്. ആൻഡ് ആ കോർണർ കിക്ക് എടുക്കുന്നത് നേരെ മാറ്റ്സൻ്റെ കാലിലോട്ടാണ് എഴുതുന്നത്. മാറ്റ്സൺ അടിക്കുന്നത്, റോജേഴ്സ് ഫ്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ആൻഡ് റോജേഴ്സിൻ്റെ ഫ്ലിക്ക് ബാറി തട്ടി പോവുകയാണ്. സോ അവിടെ യുണൈറ്റഡ് രക്ഷപ്പെടുകയാണ്. 1-0 ആവാനായിട്ടുള്ള നല്ലൊരു അവസരമായിരുന്നു അവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ആസ്റ്റംബിലേക്ക്. സോ ഇന്നത്തെ മാച്ചിൽ യുണൈറ്റഡ് നോക്കിയ മറ്റൊരു ഐറ്റം എന്താണെന്ന് വെച്ചാൽ ഫോർ ദ ബാക്ക് എന്ന് വേണേൽ പറയാം. കാരണം ഇന്നലെ അവർക്ക് കളിച്ച എല്ലാവരും ഇൻവേർട്ട് ചെയ്ത് നിൽക്കുന്നത്, അതായത് വിങ്ങേഴ്സ് ഇല്ലായിരുന്നു, അവർക്ക് അറ്റാക്കിംഗ് വിങ്ങേഴ്സ് ഇല്ലായിരുന്നു. സോ അവർ പിച്ച് സ്ട്രെച്ച് ചെയ്തത് മാറ്റ്സനെയും ക്യാഷിനെയും ഉപയോഗിച്ചാണ്. സോ അവർ ഫുൾ ബാക്സിനെ ഉപയോഗിച്ചാണ്. അവരുടെ ഫ്രണ്ടിൽ കളിച്ച റോജേഴ്സ് ആണെങ്കിലും മഗ്ഗിൻ ആണെങ്കിലും വോക്കിൻസ് ആണെങ്കിലും ഇവർ 3 പേര് നമുക്കറിയാം അവർ ഇൻവേർട്ട് ചെയ്യും. കൂടുതൽ സെൻട്രലി ആൻഡ് ഹാഫ് സ്പേസസിലാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്തത്. സോ ഇന്നലെ ആ ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടാവാതിരിക്കാൻ 2 കാര്യങ്ങൾ. ഒന്ന് നമ്മൾ കണ്ടു, മേസൺ മൗണ്ട് അപ്പ് ഫ്രണ്ട് എന്ന് മിഡ്ഫീൽഡിലോട്ട് ഡ്രോപ്പ് ചെയ്ത് നമ്മൾ റെഗുലർലി കാണുന്ന കാര്യമാണ്. ആൻഡ് ബ്രൂണോയും മേസൺ മൗണ്ടും വാസ് മേക്കിംഗ് ഷുവർ കമാര ആൻഡ് ഒനാന അത്ര ഫ്രീലി മൂവ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം അവർ മേക്ക് ഷുവർ 2 പേരും വെച്ച്. ആൻഡ് അവരുടെ ഫുൾ ബാക്സിനെ പാക്ടിക് ഡോർഗും ഡാലോട്ടും ഉപയോഗിച്ച് യുണൈറ്റഡ് വിങ് ബാക്സിനെ ഉപയോഗിച്ച് തന്നെ ബ്ലോക്ക് ചെയ്തു. ആൻഡ് പലപ്പോഴും ഉഗാർട്ടെ കുറച്ചുകൂടെ ഡ്രോപ്പ് ചെയ്യുകയും 3 CBസിനോടൊപ്പം 4th മാനായിട്ട് ആക്ട് ചെയ്യുകയും ജസ്റ്റ് ഇൻ ഫ്രണ്ട് ആയിട്ട് മേക്ക് ഷുവർ എപ്പോഴും ഒരു ന്യൂമറിക്കലി ഡിസഡ്വാൻറ്റേജ് വരുത്തില്ല. 3 vs 3 സിനാരിയോസ് ഇവർ ഇൻവേർട്ട് ചെയ്താൽ പറഞ്ഞ ഈ 3 ഫ്രണ്ട് 3 പ്ലേയേഴ്സിന് അഗേൻസ്റ്റ് വരുന്നില്ല. അവിടെ ഉഗാർട്ടയും കൂടെ ഒരു ബ്ലോക്കിനായിട്ട് എസ്പെഷ്യലി നമ്മൾ നോക്കുവാണെങ്കിൽ സെൻറ്റർ ബാക്സിന് ഫ്രണ്ടിലായിട്ട് സാറ്റ് ചെയ്യുന്ന സിനാരിയോസും നമ്മൾ കണ്ടു. സോ അങ്ങനെ ഗെയിമിൽ
ടാക്ടിക്കലി ആ ഒരു സംഭവം അഡാപ്റ്റ് ചെയ്യാൻ നോക്കി ടു ആൻ എക്സ്റ്റെൻറ്റ് പൂട്ടി എന്ന് പറയുന്നത് ടു ആൻ എക്സ്റ്റെൻറ്റ് ചാൻസ് ആസ്റ്റൺ വില്ലയും കാര്യമായിട്ട് ക്രിയേറ്റ് ചെയ്തില്ല. അപ്പുറത്ത് യുണൈറ്റഡും കാര്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല ഈ മാച്ചിൽ. അങ്ങനത്തെ ഒരു സിനാരിയാണ്. XG ഒക്കെ നോക്കാനായിട്ടാണ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. യുണൈറ്റഡിന് 2 ചാൻസ് ബിഗ് ചാൻസ് മിസ് ചെയ്തു, അവർ 2 ബിഗ് ചാൻസ് മിസ് ചെയ്തു. അവർ കൺവേർട്ട് ചെയ്ത രണ്ടും ലോ XG ആയിട്ടുള്ള ചാൻസാണ്. അവരാണ് റോജേഴ്സിൻ്റെയൊക്കെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് വരുന്നത്. സോ ഈ മാച്ചിൽ ആ ഗോൾ വന്ന സിനാരിയോ അങ്ങനെ തന്നെയാണ്. ഇപ്പം നമുക്ക് കാണാം മഗിൻ്റെ കാലിലോട്ട് ബോൾ കിട്ടുമ്പോഴേക്കും മഗിൻ ഈസിലി അത് റോജേഴ്സിൻ്റെ റണ്ണ് കാണുവാണ് ലെഫ്റ്റിലൂടെ. ആൻഡ് റോജേഴ്സിലോട്ട് ബോൾ എടുത്തു. അത് കുറച്ച് ഓവർ ഹിറ്റ് ആയിരുന്നു, പക്ഷേ റോജേഴ്സ് അത് കൺട്രോളാക്കുന്നു, ഔട്ട് പോകുന്നതെന്ന് തടയുന്നു. ക്ലിയർലി ദാറ്റ്സ് എ ഗ്രേറ്റ് പീസ് ഓഫ് വർക്ക്. ആൻഡ് റോജേഴ്സ് കട്ട് ചെയ്ത് കയറുമ്പോഴേക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം, ഇവിടെ ലെനിയോ ഓരോ ആളെ ബ്ലോക്ക് ചെയ്യാൻ ചൊല്ലുവാണ്. ഇവിടെ മെയ്സൺ മൗണ്ട് ഉണ്ട്, ഉഗാർട്ട. മെയ്സൺ മൗണ്ട് മാറ്റ്സിൻ്റെ ആ റണ്ണ് ട്രാക്ക് ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് ഉഗാർട്ടയുടെ പൊസിഷനിങ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഇവിടെ കട്ട് ചെയ്ത് ബോക്സിലോട്ട് കയറുമ്പോഴേക്കും ഇവിടെ ലെനിയോറയ്ക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഈസിലി ടൈമുണ്ട്, ഉഗാർട്ടയ്ക്ക് എത്രയും പെട്ടെന്ന് വേണേൽ ചെന്ന് ക്ലോസ് ഡൗൺ ചെയ്യാം, ആ ഒരു ഷോട്ട് എടുക്കുന്ന ബ്ലോക്ക് ചെയ്യാം. അവിടെ ബോൾ വാച്ച് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇങ്ങോട്ടേക്ക് ഒരു പാസ്, ടിലമെൻസിലോട്ട് ഒരു പാസിംഗ് ലൈൻ ഓപ്പൺ ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആൾ ജമ്പ് ചെയ്താൽ, പക്ഷേ അതിനേക്കാൾ ഒരുപാട് റോജേഴ്സ് ഷോട്ട് എടുക്കും എന്നുള്ളൊരു സിനാരി നമുക്കറിയാം. ആ ഒരാൾ പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്തില്ല. ആൻഡ് ഒരു സൂപ്പർ ഷോട്ട് ഫ്രം റോജേഴ്സ്. ആൻഡ് കിട്ടില്ല കൂടുതൽ ലാമൻസിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല, അവിടെ ജസ്റ്റ് നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. സോ മോർഗൻ റോജേഴ്സിൻ്റെ റീസെൻറ്റ് ഫോം അന്യായമാണ്, അത് പറയാതിരിക്കാൻ വയ്യ. ഹാസ് ബീൻ ഔട്ട്സ്റ്റാൻഡിങ്, വേൾഡ് ക്ലാസ് പെർഫോമൻസ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓർക്കുവാണെങ്കിൽ ഈ സീസണിലെ ആദ്യത്തെ 4 മാച്ചുകളിൽ ഒരു വിജയം പോലും നേടാൻ സാധിച്ചില്ല, ഒരു ഗോൾ പോലും സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. അവിടെ നിന്നാണ് ഇപ്പോൾ ആസ്റ്റൺ വില്ല ടേബിളിൽ തേർഡ് നിൽക്കുന്നത്. കാരണം ഉനൈ എമറിക്ക് നമ്മൾ മാർക്ക് കൊടുക്കണം. അവർ യൂറോപ്പ ലീഗ് കളിക്കുന്നുണ്ട്, ജസ്റ്റ് ലീഗ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ടീമല്ല. ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ കാരണം അധിക അഡീഷൻസ് അവർക്ക് കൊണ്ടുവരാനും സാധിക്കാനൊരു ടീമാണ്. സോ അതും വെച്ച് ഉനൈ എമറി ഈസ് ഡൂയിങ് മാജിക്, അത് പറയാതിരിക്കാൻ പോയ. 10 ഗെയിംസ് ഇൻ എ റോ ഓൾ കോമ്പറ്റീഷൻ വിന്നിങ് റണ്ണിലാണ്. സോ ഒന്നും പറയാനില്ല. അടുത്തത് ചെൽസി മാച്ചുമാണ്, വിൽ ബി, അതും ബ്രിഡ്ജിലാണെന്ന് തോന്നുന്നു. ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ്. സോ അവിടുന്ന് 1-0 ലീഡ് എടുക്കുന്നു. പിന്നീട് ഇവരുടെ ഒരു ഇഷ്യൂ ഇതാണ്, ആസ്റ്റൺ വില്ല പലപ്പോഴും ഗോൾ കൺസീഡ് ചെയ്യുന്നത് അവരുടെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്കിൽ. അതായത് ബിൽഡപ്പ് ഫ്രം ദ ബാക്കിന് നോക്കി ഒപ്പോണൻറ്റ് ഗിഫ്റ്റ് ചെയ്യുന്ന പരിപാടി നമ്മളത് ഈ സീസൺ കോൺസ്റ്റൻ്റ്ലി കാണാറുണ്ട്. അത് തന്നെയാണ് ഇവർക്കും ഈക്വലൈസർ കിട്ടിയത്. നമ്മൾ ലിവർപൂൾ മാച്ചിലും ഇതിന് മുമ്പത്തെ സിറ്റി മാച്ചിലും ഒക്കെ കണ്ടൊരു സിനാരിയോ ഉണ്ടായിരുന്നു. സിറ്റി മാച്ച് ജയിച്ചിരുന്നു, സോറി, വേറെ 1-2 മാച്ചിലൊക്കെ കണ്ട സിനാരിയോ ഉണ്ടായിരുന്നു. സോ ഇവിടെ കാണാൻ ക്യാഷിൻ്റെ കാലിലോട്ട് ബോൾ കിട്ടുമ്പോഴേക്കും അവിടെ ഡോർഗു അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിലാണ്. അവിടെ ടൈമുണ്ട് ക്യാഷിന് എത്രയും പെട്ടെന്ന് പാസ് റിലീസ് ചെയ്യാം. പക്ഷേ ആൾ അവിടെ അനാവശ്യമായിട്ട് ഹോൾഡ് ചെയ്ത് ഡോർഗുവിൻ്റെ പ്രസ് ഇൻവൈറ്റ് ചെയ്യുന്നു. ഡോർഗു പ്രസ് ചെയ്യുന്നു. ഡോർഗുവിൻ്റെ പ്രസ് ബീറ്റഡായിട്ട് അവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ കുൻഹയുടെ കാലിലോട്ടാണ് കിട്ടുന്നത്. ആൻഡ് കുൻഹ ഒരു സൂപ്പർ ഫിനിഷ് ആയിരുന്നു ആ ആംഗിളിൽ നിന്ന് എമി മാർട്ടിനസിനെ ബീറ്റ് ചെയ്തുകൊണ്ട് 1-1 ഈക്വലൈസർ സ്കോർ ചെയ്യുകയാണ്. ആൻഡ് ഹാഫ് ടൈമിലോട്ട് ഗെയിം പോവുകയാണ്. സോ 1-1 ആ ഹാഫ് ടൈം സമയത്താണ് നമ്മൾ നോക്കാനായിട്ടാണ് ബ്രൂണോ ഫെർണാണ്ടസിന് ഇഞ്ചുറി പറ്റി ബ്രൂണോനെ മാറ്റുന്നു. ലിസാൻഡ്രോ മാർട്ടിനസ് നമ്പർ 6 റോളിലോട്ട് ഇറങ്ങുന്നത്. ആൻഡ് ലിസാൻഡ്രോ ഇറങ്ങിയതിന് ശേഷം ആ നമ്പർ 6 റോളിൽ മിഡ്ഫീൽഡിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെ കൊടുത്തു, മോശമൊന്നും പറയാനില്ല. ബട്ട് ദേ ലാക്ക് ബ്രൂണോനെ ക്രിയേറ്റിവിറ്റി സെക്കൻഡ് ഹാഫിൽ ക്ലിയർലി യുണൈറ്റഡ് ലാക്ക് ചെയ്തിരുന്നു. ആൻഡ് യുണൈറ്റഡ് കൺസീഡ് ചെയ്ത സെക്കൻഡ് ഗോൾ ആ ഫസ്റ്റ് ഗോളുമായിട്ട് വളരെ സിമിലർ ആണ്. ഇവിടെ ടിലമെൻസിൻ്റെ കാലിൽ ബോൾ നിൽക്കുന്നു. ടിലമെൻസ് ക്രോസ് ഇടുമ്പോഴേക്കും അവിടെ വോക്കിൻസിനെ കൺട്രോൾ ആക്കാൻ സാധിക്കുന്നില്ല, അത് റോജേഴ്സിൻ്റെ കാലിലോട്ട് കിട്ടുകയാണ്. ആൻഡ് ഇവിടെ റോജേഴ്സിൻ്റെ കാലിലോട്ട് കിട്ടുമ്പോഴേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാം ലെനിയോറയ്ക്ക് ഒന്ന് ബോഡി യൂസ് ചെയ്താൽ ചിലപ്പോൾ ഒരു ഫൗൾ ആവാം, പെനൽറ്റി വന്ന സിനാരിയോ ഉണ്ട്. ഇവിടെ ലിസാൻഡ്രോ നോക്കി നിൽക്കുന്നതാണ്. പക്ഷേ ഇവിടെ മെയിൻലി ഇവിടെ വീണ്ടും ഉഗാർട്ടേനെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആൾക്ക് ക്ലോസ് ഡൗൺ ചെയ്യാനായിട്ടുള്ള സമയം വീണ്ടും ഉണ്ട്. അവിടെ ആൾ 1-2 ടച്ച് എടുത്ത് ഫ്രണ്ടിലോട്ട് വരുമ്പോഴും ഉഗാർട്ടെ അവിടെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർലി ഉഗാർട്ടെ ക്യാൻ ക്ലോസ് ഹിം ഡൗൺ. ഇവിടെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല, ക്ലോസ് ഹിം ഡൗൺ, പ്രസ് ചെയ്യാം, ആ ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്യാം. പക്ഷേ ആ ഒരു കേസിനായി ഒരാളവിടെ നോക്കി നിൽക്കുകയാണ്. വീണ്ടും ഒരു സൂപ്പർ ഷോട്ട്, ലാമൻസിനെ ബീറ്റ് ചെയ്യുകയാണ്. 2-1 ഒരു ലീഡ് ആസ്റ്റൺ വില്ല എടുക്കുകയാണ്. സോ അതിനുശേഷം നമ്മൾ നോക്കാനായിട്ടാണ് യുണൈറ്റഡിന് കാര്യമായിട്ട് അങ്ങനെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഒരു സൂപ്പർ ചാൻസ് കുൻഹയ്ക്ക് കിട്ടിയിരുന്നു. അവിടെ മെയ്സൺ മൗണ്ട് ലെഫ്റ്റ് നിൽക്കുന്ന ഡോർഗുവിലോട്ട് കൊടുക്കുന്നതാണ്. ഡോർഗുവിൻ്റെ ക്രോസ് ഇൻ ടു ദ ബോക്സ് ആൻഡ് മത്തേസ് കുൻഹയുടെ ഹെഡർ വൈഡിലായിട്ട് ജസ്റ്റ് പോവുകയാണ്. അതൊരു സിറ്റർ മിസ് തന്നെയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. കുൻഹ ഷുഡ് ഹാവ് കൺവേർട്ടഡ് ദ ചാൻസ്. ഈസിലി 2-2 ആക്കാനൊരു അവസരമായിരുന്നു. പിന്നീട് കാര്യമായിട്ട് 2 ടീമുകൾക്കും അങ്ങനെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ആസ്റ്റൺ വില്ല പ്രോപ്പറായിട്ട് തന്നെ ഗെയിം മാനേജ് ചെയ്ത് 2-1 ഒരു വിക്ടറി ആയിട്ട് ഈ മാച്ചിൽ നിന്ന് പോവുകയാണ്. യുണൈറ്റഡിൻ്റെ വേഴ്സ് പെർഫോമൻസ് അല്ല, യുണൈറ്റഡിൻ്റെ ബെഞ്ചിൽ നടക്കാൻ മൈനോ ഇഞ്ചുറി കാരണം ഇന്നലെ അവൈലബിൾ അല്ലായിരുന്നു. ബ്രൂണോ ഇഞ്ചുറി പറ്റിപ്പോയി, കസമീറോട് അഭാവ്, ഇതെല്ലാം ക്ലിയർലി വിസിബിൾ ആയിരുന്നു. ഡിലിറ്റിനെ ശരിക്കും ഓരോ മാച്ച് കഴിയുന്നതോറും യുണൈറ്റഡ് ഒരു ലീഡറിനെ ബാക്ക് മിസ് ചെയ്യുന്ന എടുത്ത് കാണുന്നുണ്ട്. സോ എടുത്തു പറയേണ്ട കാര്യം ഇതാണ്, ഇഫ് യുണൈറ്റഡ് ജാനുവരിയിൽ അത്യാവശ്യം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം ഓൾമോസ്റ്റ് അമാദിയാലോയും എംബൂമോയും 2 വൈറ്റൽ പ്ലേയേഴ്സാണ് ഇന്നലെ ഇല്ല, ഓൾമോസ്റ്റ് 1 മന്ത് കാണത്തില്ല. അതുപോലെ തന്നെ ഇഞ്ചറി കൺസേൺസ് ആൻഡ് മിഡ്ഫീൽഡ് ഒരു അഡീഷൻ മസ്റ്റ് ആണെന്നുള്ളത് വീണ്ടും വിസിബിളായി വരുന്ന സിനാരിയോ ആണ് നമ്മൾ കാണുന്നത്. സോ അവിടുന്ന് നമ്മൾ നേരെ മറ്റു കുറച്ച് മാച്ചുകളിലോട്ടൊന്ന് പോകാനായിട്ടാണെങ്കിൽ ഇന്നലെ
ബയൺ മ്യൂണിക്ക് ഹേഡൻഹൈമിന് അഗേൻസ്റ്റ് 4-0 ഒരു വിക്ടറി നേടുന്ന സിനാരിയോ നമ്മൾ കണ്ടു. ഫസ്റ്റ് ഹാഫിൽ സ്റ്റാനിസിച്ചിൻ്റെ ഗോളിൽ ലീഡ്, സ്റ്റാനിസിച്ചിൻ്റെ ഒലീസിൻ്റെയും ഗോളിൽ ലീഡ് എടുത്താണ് 2-0 ലീഡ് എടുത്തു. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ 2-0 നിൽക്കുന്ന സിറ്റുവേഷൻസിൽ ഒരു 3-2 ആക്കാനായിട്ടുള്ള നല്ല അവസരങ്ങൾ ഹേഡൻഹൈമിന് കിട്ടിയതാണ്. സെക്കൻഡ് ഹാഫ് ഡിഫെൻസീവ്ലി ബയൺ എക്സ്പോസ് ആയിരുന്നു. ഗോൾ കീപ്പറിൻ്റെയും കിടിലൻ പെർഫോമൻസ്, കൂടാതെ അവരുടെ സ്ട്രൈക്കേഴ്സ് റിയലി സിറ്റർ മിസ് അവരുടെ സ്ട്രൈക്കർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വിങ്ങേഴ്സും സ്ട്രൈക്കേഴ്സും അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഈക്വലൈസറോ അല്ല അതിന് മേളിൽ ലീഡ് എടുക്കാനുള്ള അവസരങ്ങൾ അവർക്കുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ നോക്കുവാണെങ്കിൽ ലൂയിസ് ഡിയാസിൻ്റെ ഒരു ഗോളും അതുപോലെ ഹാരിക്കേൻ്റെ ഒരു സൂപ്പർ ഗോളും കൺവേർട്ട് ചെയ്തുകൊണ്ട് 4-0 ഒരു വിക്ടറി ആയിട്ട് പോയി. ആൻഡ് ഇന്നലെ ബയൺ മ്യൂണിക്ക് ഇറക്കിയ ലൈനപ്പിൽ നിന്ന് തന്നെ നമുക്ക് വിസിബിളാണ് ഗൊററ്റ്സ്കയും ഗൊറേറോയാണ് അവിടെ ഡബിൾ പ്യൂരിറ്റി കളിച്ചത്. സോ അതിനകത്ത് തന്നെ കുറച്ച് ഇഷ്യൂസ് അവിടെ ഉണ്ട്. നമുക്കറിയാം സ്ട്രോങ്ങസ്റ്റ് മിഡ്ഫീൽഡ് 2 അല്ല ഇറക്കിയത്. കൂടാതെ ഇറ്റോ ഇന്നലെ ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തു ആൻഡ് ഹി പെർഫോം വെൽ. 71 മിനിറ്റോളം കളിച്ചു. അത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ അൽഫോൺസോ ഡേവിസ് 71 മിനിറ്റ് പിച്ചിൽ ഇറങ്ങിയതിന് ശേഷം ആളും ഗെയിം കംപ്ലീറ്റ് ചെയ്തു. ഇഞ്ചുറി മാറി വന്നു. അൽഫോൺസോ ഡേവിസ് പതുക്കെ ഗെയിമിലോട്ട് അഡാപ്റ്റ് ചെയ്യുന്നൊരു ഫീലുണ്ട്. മുസിയാല ട്രെയിനിങ് തുടങ്ങിയിട്ടുണ്ട്. സോ ലെറ്റ്സ് ജനുവരിയിൽ അഡീഷൻസ് വേണ്ട ഒരു സൈഡാണ് ബയൺ. ബയണിൻ്റെ ബെഞ്ച് സ്ട്രെങ്ത് വളരെ വീക്കായിരുന്നു. അൽഫോൺസോ ഡേവിസും ഗ്നാബ്രി ഒഴികെ ബാക്കിയെല്ലാം അക്കാഡമി പ്രോഡക്ട്സ് ആയിരുന്നു ബെഞ്ചിലുണ്ടായിരുന്നു മറ്റുമൊക്കെ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ലെനാർഡ് കാൾ യെസ്റ്റർഡേ ഓൾസോ ഈ ലുക്ക് റിയലി ഗുഡ്. ഇതൊക്കെയാണ്. ഇന്നലെ ഹാരി കെയ്ൻ വീണ്ടും ഗോൾ സ്കോർ ചെയ്തു. ബുണ്ടസ് ലീഗയിൽ ഫാസ്റ്റസ്റ്റ് 100 ഗോൾ കോൺട്രിബ്യൂഷനുള്ള ഒരു പ്ലെയർ. വേറെ ലെവൽ പെർഫോമൻസ് വീണ്ടും ഹാരി കെയ്ൻ തുടരുകയാണ്. നമുക്ക് നോക്കാം എന്താവുമെന്ന്. അതുപോലെ തന്നെ ഇന്നലെ 3-0 ജിറോണ എവേ ചെന്നിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡും ജയിച്ചിട്ടുണ്ട്. കൊക്കയുടെ ഒരു സൂപ്പർ ഗോളിൽ ഫസ്റ്റ് ഗോളിലൂടെ ലീഡ് എടുത്തു. പിന്നീട് ഗാലഗലിലൂടെ 2-0 ആക്കി. പിന്നീട് ബെഞ്ചിൽ നിന്ന് ഇറങ്ങി വീണ്ടും ഗ്രീസ്മാൻ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. 3-0 ആക്കിയിട്ടുണ്ട്. സോ ഗ്രീസ്മാൻ സൂപ്പർ സബ് മോഡ് വളരെ പോസിറ്റീവായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് ഇന്നലെ നടന്ന മാച്ചുകളും മറ്റുമൊക്കെ. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.